ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത അധ്യായം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് പൈൽ ഇതാണ്, സെക്കൻഡ് പൈൽ ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഉള്ളത്തെ ലൈറ്റിന്റെ പ്രകാശം കൊണ്ടാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുക. ഇതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. ഇതാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ്. സെക്കൻഡ് 3 ഓഫ് വാൻഡ്സ് ആണ്. Ten of Swords. Eight of Cups. The Magician. King of Cups. Knight of Swords. Queen of Wands. King of Swords. Nine of Swords. Judgment. 6 of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടോ, 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ പെന്റക്കിൾ സാമ്പത്തികമായ പ്രശ്നം നിമിത്തം നിങ്ങളിൽ ആർക്കൊക്കെ വിഷമം അനുഭവിക്കുന്നതായിട്ടും, രണ്ടുപേർ തമ്മിൽ പിരിഞ്ഞു പോയിരിക്കുന്നതാവാം, അല്ലെങ്കിൽ അനാരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വേർപാട് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും തിരികെ എത്തിയിട്ട് ഈ ചാവി കണ്ടില്ലേ, ഇവിടെ ഈ താക്കോൽ, വീടിന്റെ താക്കോൽ ഇവിടെയുണ്ട്. ഇതെടുത്ത് വീട് തുറന്നിട്ട് വീണ്ടും നിങ്ങൾ ഒന്നാവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെയോ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ്. ധാരാളമായി സാമ്പത്തികം ലഭിക്കുന്നുണ്ട്. പുതിയതായിട്ട് സാമ്പത്തികം ലഭിക്കുന്നു, പുതിയതായിട്ട് ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഭൂമിപരമായ എന്തൊക്കെയോ കാര്യങ്ങൾക്കായി നിങ്ങൾ ഇപ്പോൾ പണം ചെലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിട്ട്, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ തുടക്കമാണ്, എന്തോ സാമ്പത്തികപരമായ കാര്യങ്ങളുടെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുക, ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നടത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ഉണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി, ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി ഒക്കെയും നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെന്നില്ല. അത് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിവെക്കുക. മനസ്സിലായോ? അപ്പോൾ ഉള്ളിൽ ഒരു ശകലം പോലും നെഗറ്റിവിറ്റി ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ വിഷമകരമായ സാഹചര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് നിങ്ങൾ അതിനെ ഹീൽ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ, അങ്ങനെ ഹൃദയം ശുദ്ധമാവുമ്പോൾ മാത്രമേ അവിടെ പ്രകാശം ഉണ്ടാവും. ആ ഒരു പ്രകാശത്തിലേക്കാണ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആകർഷിച്ചു വരുന്നത്. വെറുതെ നമ്മളൊന്ന് ആഗ്രഹിച്ചു എന്ന് കരുതി നിങ്ങൾ പലരും കമന്റ് ഇടാറുണ്ടായിരിക്കും, ഞാനിത് ആഗ്രഹിച്ചു, എനിക്കിത് കിട്ടിയില്ല, എന്നിലേക്ക് അത് വന്നില്ല എന്നൊക്കെ. എന്തുകൊണ്ടാണ് അത് വരാത്തത്? നിങ്ങളിവിടെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, പല ജോലികൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാനിഫെസ്റ്റേഷൻ വർക്ക് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ആഗ്രഹം മാത്രമല്ല. അതിനായിട്ട് ചിലപ്പോൾ എഴുതി വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല. നിങ്ങൾ നിങ്ങളെ സ്വയം ഹീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. പാസ്റ്റ് ലൈഫിലെ വൂൺസ്, അതുപോലെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങൾ, ശത്രുതയുള്ളവരോട്. അപ്പോൾ ഇതെല്ലാം മറന്നിട്ട് ഈ ശത്രുത മറക്കുക എന്ന് കരുതി അവരോട് പെട്ടെന്ന് ഓടിച്ചെന്ന് മിണ്ട്, അത് നിങ്ങൾ പറയും നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറയും. പക്ഷെ ഒരുപാട് ശത്രുത വെച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ആ ഒരു ശത്രുത നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ നെഗറ്റിവിറ്റിയാണ്, നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കത് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള എനർജി ആദ്യം നിങ്ങൾ റിമൂവ് ചെയ്യുക. മിണ്ടണ്ട. നിങ്ങൾക്ക് ശത്രുതയുള്ളവരോട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. പോട്ടെ, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവരെ തീർത്തും മാറ്റിവെച്ചിരിക്കുന്നു, അവരുടെ ഒരു സഹകരണം, സ്നേഹം ഒന്നും എനിക്ക് വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ മതി. പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത്, അവർ പറഞ്ഞ വാക്കുകൾ ഓർത്ത്, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ദുഷ്കർമ്മങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഒക്കെ ഓർത്ത് വീണ്ടും വീണ്ടും വിഷമിച്ചു കൊണ്ടുവരരുത്. ആ ഒരു വിഷമം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ആയിട്ട് അത് അടിഞ്ഞുകൂടി കിടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാകുന്നത്? അപ്പോൾ ഇതിനെയെല്ലാം നിങ്ങൾ ഹീൽ ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവ് എനർജി കടന്നു വരികയുള്ളൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇവിടെ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അതെല്ലാവരിലേക്കും വരുന്നതല്ല. പലർക്കും ഇവിടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെ? അപ്പോൾ ഇത് എല്ലാവരിലേക്കും വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരിലേക്കും വരുന്നില്ല, പലർക്കും എന്നാൽ ഇത് സംഭവിക്കുകയും ചെയ്യും. പലരും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 of Wands ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെയോ യാത്ര പോകാനുള്ള പുറപ്പാടിലാണെന്ന് കാണുന്നു. എവിടെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കാവാം, അവിടേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ സാധിക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചീറ്റിംഗ് നടന്നിരിക്കുന്നതായിട്ട് കാണുന്ന 10 of Swords ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വിദേശത്ത് പോയി ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്നും സാമ്പത്തികം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് സാധ്യമായില്ല, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സാധ്യമായില്ല, നിങ്ങൾക്കൊരു ചീറ്റിംഗ് ആയിരിക്കാം ഇവിടെ നടന്നത്. അതാണ് ഇവിടെ 10 of Swords വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ വളരെയധികം സ്നേഹിച്ച നിങ്ങളുടെ ലവർ ആവാം, പാർട്ട്ണർ ആവാം, നിങ്ങളെ ചീറ്റ് ചെയ്ത എനർജി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എനർജി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടാണ് ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്.
പിന്നീട് കാലം ചെല്ലും തോറും നിങ്ങൾക്ക് അതിന് പഴക്കമുണ്ടാകും, ആ ഒരു ചീറ്റിങ്ങിന് പഴക്കമുണ്ടാകും. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ നിങ്ങൾ അതിനെ മറക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? വീണ്ടും നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കും, സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുന്നത്, മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ്, നല്ല ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫാണ് വരാൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ മജീഷ്യന്റെ എനർജി. ഇവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിട്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്, ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇവിടെ പലരും പല കാര്യങ്ങളും ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. എന്താണ്, ഇന്ന വ്യക്തിയുടെ കൂടെ ഉള്ള ജീവിതം എനിക്ക് കയ്പ് നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു അനുഭവമാണ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ എനിക്ക് ഇനിയും ജീവിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നിലേക്ക് തന്നിട്ടുള്ളത് കയ്പ് നിറഞ്ഞ ഒരു ജീവിതമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ചില കൂട്ടുകാർ നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുന്നവരായിരിക്കാം, നിങ്ങളോടൊപ്പം നടന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ബന്ധം തന്നെയും, ആ ഒരു കൂട്ടുകെട്ട് തന്നെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാറ്റിവെക്കാം, അർത്ഥമുറിച്ച് കളയാം. മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെ പലതും ഉപേക്ഷിച്ചു പോവുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഒരു വശത്ത് നിങ്ങൾക്ക് വിഷമം തരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ പലരും ഇവിടെ വിട്ടുപോകുന്ന എനർജി, നിങ്ങളായാൽ തന്നെയും ഇവിടെ വിട്ടുപോകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 8 of Cups ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരുപാട് ഹൃദയപരമായ വിഷമങ്ങളുണ്ട്, തീർച്ചയായിട്ടും വിട്ടുപോകുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ പിന്നീട് തീർത്തും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്കൊരു സക്സസ് വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം വരും. കണ്ടില്ലേ, ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ, അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷം വരികയാണ്, പുതിയൊരു തുടക്കം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസമാണ്, നല്ല മനസമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. പല കൂട്ടുകെട്ടുകളെയും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒന്നുകൂടി മനസ്സുഖം ലഭിക്കുന്നത്. ചിലരാണെങ്കിൽ ഇവിടെ എന്താണ്, ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം തേടി പോവുകയാണ് വേണ്ടത്. ഇവിടെ 9 of Swords കണ്ടില്ലേ? അവിടെ രാത്രി മുഴുവൻ ദിവാസ്വപ്നം കണ്ട്, രാത്രി മുഴുവൻ ഇവിടെ സ്വപ്നം കണ്ട്, ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുകയാണ്. ഉറക്കമില്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നുള്ള ചില വൂൺസ്. മനസ്സിലായില്ലേ? അവർ സമ്മാനിച്ചതെല്ലാം വേദന നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. അതാണ് ഇവിടെ ഇത്രമാത്രം എഴുന്നേറ്റിരുന്ന് ദുസ്വപ്നം കാണുന്നത്, ഉറക്കമില്ലാത്ത രാത്രികൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. 9 of Swords ആണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ അതുപോലെ തന്നെ മജീഷ്യന്റെ എനർജി ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ വരികയാണ്. നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, അത് നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നു. അവരുമായി നല്ലൊരു ലൈഫിലേക്ക്, ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ കിങ് ഓഫ് കപ്സ് മാനിഫെസ്റ്റേഷൻ വർക്കാണ്. പല പ്രശ്നങ്ങളും ഉണ്ട്, എന്നാൽ പോലും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ അതുപോലെ നൈറ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തോ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രക്ഷയ്ക്കായി നിങ്ങൾക്ക് ആരോ എത്തുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികളെ കാണണമെന്ന് വിചാരമുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കുക, നിങ്ങളെ വിളിക്കാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു രക്ഷ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ക്വീൻ ഓഫ് വാൻസ് ആണ്. കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഉയർച്ച നിങ്ങളിൽ പലർക്കും വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. സമൂഹത്തിലൊക്കെ നല്ല ഉയർന്ന പദവി ലഭിക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. വാൻസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സേവിച്ചു നിൽക്കാൻ ആൾക്കാർ കൂടെ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ, അനുസരിക്കാൻ ഒക്കെ നിങ്ങളോടൊപ്പം ആൾക്കാർ ഉണ്ടാവുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കാൻ പോകുന്നുണ്ട്.
ആ ഒരു സ്ഥാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കരിയർ സംബന്ധമായ ഒരു പ്രോഗ്രസ് വന്നിട്ട്, അല്ലെങ്കിൽ അതിലൂടെ നല്ലൊരു മുന്നേറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ ചില മോശം ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ പുതിയതായിട്ടൊരു ജോലി ലഭിക്കാം നിങ്ങൾക്ക്. അങ്ങനെ എങ്ങനെയായാലും സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു വിലയും നിലയും ഒക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കിങ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എത്രമാത്രം പ്രശ്നം! ചിലരാണെങ്കിലോ ഒരു പ്രശ്നം, എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ മതി, അപ്പോഴേക്കും ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വരും. ഇവിടെ ചിലരാണെങ്കിലോ ഒരുപാട് ധൈര്യം സംഭരിച്ച് എന്ത് വന്നാലും എന്നെ അത് ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി. അതാണ് ഇവിടെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കും. എന്നെ ഇതൊന്നും ബാധിക്കുകയില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യത്തിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സ്റ്റെബിലിറ്റിയാണ് അത്യാവശ്യം. എനിക്ക് ഫ്രീഡം വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അങ്ങനെ മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട്. ഇവിടെ 9 ഓഫ് സോർഡ് കണ്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ എന്താണ്? നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കളങ്കം എന്താണെന്ന് അറിയില്ല. അത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങൾക്ക് പുതിയൊരു ജന്മത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അത്രമാത്രം നിങ്ങൾ കരഞ്ഞു വിളിച്ചിട്ടുണ്ട് ദൈവത്തെ, എനിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജന്മം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് വീണ്ടും ലഭിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, മജീഷ്യന്റെ എനർജിയും ജഡ്ജ്മെന്റും അത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇവിടെ അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ലഭിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നു. നിങ്ങളിലേക്ക് അവർ തിരികെ എത്തുന്നത് എന്തുകൊണ്ടാണ്? അത്രമാത്രം കളങ്കമില്ലാത്ത ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്. അത് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണ്? ആ വ്യക്തികളോടുള്ള സ്നേഹം ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ചിലർ നിസ്സാരമായി എന്തെങ്കിലും പറയാം, അതിനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് ചിലപ്പോൾ മറക്കാൻ കഴിയില്ലായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ കൂടെ പരസ്പരം മറക്കാൻ പറ്റാത്ത ഒരു എനർജി ഉണ്ട് ഇവിടെ. അവർ വീണ്ടും ഒന്നുകൂടും. ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും രണ്ടുപേരും രണ്ടായിട്ടിരിക്കില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ അപ്പോഴത്തെ വാശിക്ക് മാത്രമുള്ള ഒരു വേർതിരിവ് മാത്രമേ ഉള്ളൂ, ഒരു വേർപാട് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിരിഞ്ഞുപോയ എല്ലാവരും നിങ്ങളിലേക്ക് തിരിച്ചു വരും. കുട്ടികൾ പിരിഞ്ഞു പോയോ, അഥവാ ഇനി അച്ഛനമ്മമാർ പിരിഞ്ഞു പോയോ, മറ്റേ ഏതെങ്കിലും സുഹൃത്തുക്കൾ പിരിഞ്ഞു പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, പാർട്ട്ണർ ആരായാലും നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. അവർക്ക് നിഷ്കളങ്കമായ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു, ആ ഒരു മനസ്സുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ സ്നേഹം മറക്കാൻ പറ്റുന്നില്ല. വീണ്ടും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സക്സസ് ലഭിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. എത്രയൊക്കെ പ്രതിസന്ധികളിലൂടെ ആയാൽ പോലും ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 6 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അത് എവിടെയായാലും ചില ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ജോലി കാര്യങ്ങളിലോ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ലഭിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ സന്തോഷകരമായ ഒരവസ്ഥ.
ലവ് ബിഗിൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പലർക്കും സ്നേഹം വീണ്ടും തുടങ്ങും. വീണ്ടും സ്നേഹം തുടങ്ങുമ്പോൾ എന്താണ്, ഇവിടെ ആ ഇരുള് മാറി, നിങ്ങളുടെ മനസ്സിലെ ഇരുള് മാറിയിട്ട് വീണ്ടും ആ സ്നേഹം ഇവിടെ ആരംഭിക്കാൻ തുടങ്ങുന്നു. ഇവിടെ പറഞ്ഞല്ലോ 6 of Cupsന്റെ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട്. വീണ്ടും പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒന്നു ചേർന്ന് പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ഒന്നു ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു. സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, സഫറിംഗ് ഇൻ സൈലൻസ് ആണ്. ഈ സഫറിംഗ് ഇൻ സൈലൻസ് എന്ന് പറയുമ്പോൾ ഇതുവരെയും നിങ്ങൾ ഇവിടെ സഹിച്ചിരുന്നത് സൈലൻസിനോട് പൊരുതുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ സഹിച്ചു. എങ്ങനെ സൈലൻസിനോട് പൊരുതി, അതായത് ഒറ്റയ്ക്കുള്ള അവസ്ഥയിൽ നിന്നും. കാരണം ഇഷ്ടപ്പെട്ടവർ വേർപെട്ട് പോയി. ഇവിടെ കണ്ടില്ലേ, നിങ്ങളെ വേർപെട്ട് പോയിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ അതിനോട് പൊരുതി കഴിയുകയാണ് ഇവിടെ, അല്ലെ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്ന ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. കാരണം ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ വന്നു ചേരും. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടത്, അത് വീണ്ടും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പൈൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടേക്കിംഗ് റിസ്ക് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിന് വേണ്ടി നിങ്ങൾ റിസ്ക് എടുക്കാനും തയ്യാറാണ്. റിസ്ക് എടുത്ത് മുന്നോട്ട് വരൂ എന്ന് ഇവിടെ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി, നിങ്ങൾ അതുപോലെ സമൂഹത്തിൽ നിങ്ങൾ ആളാവുന്നു. കണ്ടില്ലേ, നിങ്ങൾക്ക് ചിത്രശലഭത്തെ പോലെ പാറിപ്പറന്ന് നടക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു. അതാണ് ഇവിടെ വർണ്ണശബളമായ ജീവിതം. കണ്ടില്ലേ, ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് ചിത്രശലഭത്തെ പോലെ പാറി നടക്കാം, വർണ്ണശബളമായ ചിറകുകളോടുകൂടി. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ്, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വേണ്ടുവോളം വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവാനുഗ്രഹം ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ വർക്ക് ഇവിടെ മജീഷ്യന്റെ എനർജിയിൽ കണ്ടില്ലേ, ജീവിതത്തിനൊരു തുടക്കം, ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നതാണ്, ജീവിതത്തിന് നല്ലൊരു തുടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിന്റെ ഒരു സൂചന മാത്രമാണിത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരുന്നത് നമ്പർ 1 എന്താണ് ഇവിടെ പറയുന്നത്, ഞാനിവിടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജ് ആണ് ഇത്. ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ആണ് സീഗൾ എന്ന് പറയുന്നത്, കടൽ പക്ഷിയാണ്. അത് നൗ ഈസ് ദ ടൈം ഫോർ ഡീപ്പ് ഇമോഷണൽ ഹീലിംഗ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സഫറിംഗ് ഇൻ സൈലൻസ് എന്താണ്, ഡീപ്പ് ഇമോഷണൽ ഹീലിംഗ് ആണ് ഇവിടെ വേണ്ടത്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള പാസ്റ്റ് ലൈഫിലെ ട്രോമാസ്, അതുപോലെ തന്നെ വൂൺസ്, പെയിൻ, ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ ഹീൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോൾ അതിന് വളരെ നല്ല സമയമാണെന്നാണ് ഇവിടെ ഈ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഇപ്പോഴത്തെ ഈ സമയം നിങ്ങൾക്ക് ഇത് ഹീൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ഒരുപാട് പേരുടെ വിഷമസ്ഥിതി മാറിക്കിട്ടും, നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? 10 ഓഫ് സോർട്സ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദ ഹെറോഫന്റ്,
കപ്സ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, the magician, strength, Nine of Wands, Page of Swords, the Hermit, the Lovers, Eight of Pentacles, Seven of Cups, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുന്നു. റീയൂണിയൻ, റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ സംഭവിക്കുന്നു. പിണങ്ങിപ്പോയിരിക്കുന്നവർ ഒത്തുചേരുന്ന എനർജിയാണ് ഇവിടെ. അതുപോലെ നിങ്ങൾ പല യാത്രകളും നടത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കടിഞ്ഞാൻ പോലും ഇല്ലാതെ കുതിരകളെ ഓടിക്കുന്ന രഥം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു വളരെയധികം സ്പീഡിൽ. അതുപോലെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ്, ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഇവിടെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് സോഡ് പറയുന്നത് എന്താണ്, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. നല്ലതുപോലെ ഒരു ചതിവ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവാം. മനസ്സിലായി? നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചിരുന്നവരിൽ നിന്നും നിങ്ങൾക്ക് ചതിവ് പറ്റി. അത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് പോകാൻ വേണ്ടി നിങ്ങൾ ആരെയെങ്കിലും സാമ്പത്തികം ഏൽപ്പിച്ചിട്ടുണ്ടാവാം. അവർ പറയുന്നത് കേട്ട് നിങ്ങൾ സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അതിന്റെ പ്രയോജനം നിങ്ങൾക്കുണ്ടായിട്ടില്ല. അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ആരോ സാമ്പത്തികം ഒരുപാട് കടം വാങ്ങിച്ച് പോയി. പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. അത് തന്നെ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന എനർജിയാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിന്ന് നിങ്ങൾ നല്ലൊരവസ്ഥയിലേക്ക് വരും. കണ്ടില്ലേ, എപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇവിടെ ഹെറോഫിന്റെ എനർജിയാണ്. ഇവിടെ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്ന ഹെറോഫിന്റെ എനർജിയാണ്. എന്താണ്, എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. കാരണം എന്താണ്, ഇവിടെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മാത്രമേ കൊണ്ടുള്ളൂ മനസ്സിൽ. എല്ലാ മനുഷ്യരോടും എങ്ങനെ ഒരേപോലെ പെരുമാറാൻ കഴിയുന്നു. ആരൊക്കെ എന്തൊക്കെ ശത്രുത കാണിച്ചാലും അതിനെ ഇവിടെ ഉൾക്കൊള്ളുന്നേയില്ല. അതിനെ അപ്പോൾ തന്നെ മറന്നു കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് മംഗളകർമ്മങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ട്. ശരീരം എന്താണ്, ആത്മാവ് എന്താണ് എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്കറിയാം. എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല വിവരമുള്ള ആൾക്കാരാണ് ഇതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തിനോ വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ ആണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ നിന്നും പല വ്യക്തികളും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു അടിമത്തം അനുഭവിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ. മറ്റുള്ളവർ ചങ്ങലക്കിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഗതികേട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിഴൽ കാണുമ്പോൾ തന്നെയുള്ള പേടിയാണ് അനുഭവത്തിൽ വരുന്നത്. ആ ഒരു അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്.
മറ്റുള്ളവരെ പേടിച്ചിട്ട് സഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ ഇവിടെ സഹിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് വരിക. നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്ത് വരിക. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. മുന്നോട്ട് വരിക. അതാണ് ഇവിടെയും പറയുന്നത്. 8 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ എയർ സൈൻ ആണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നിന്നും രക്ഷപ്പെടണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയും ആരൊക്കെയോ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്രീഡം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മാനസിക സന്തോഷം തന്നെ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വയം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത ഏതൊരവസ്ഥയായാലും അവിടെ നിങ്ങൾക്ക് ദുഃഖം തന്നെയാണ് സമ്മാനിക്കുന്നത്. അല്ലേ? അവിടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേണം മുന്നോട്ട് വരാൻ. മുന്നോട്ട് വരിക തന്നെ വേണം. മനസ്സിലായില്ലേ? കഴിയുന്നതും ആലോചിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരോടുള്ള കൂട്ടുകെട്ട് അതിൽ നിങ്ങൾ മനഃപൂർവ്വം ചെന്ന് ചാടാൻ പാടില്ല. അവിടെ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കുക. ആവശ്യമുള്ളതാണോ എനിക്ക് ഈ കൂട്ടുകെട്ട് എന്ന് ചിന്തിക്കാം. ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും, അല്ലാതെ ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുപോലെ എല്ലായ്പ്പോഴും മനസമാധാനം ലഭിക്കുന്ന എനർജിയാണ്, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. മജിഷ്യന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ പേരും പ്രശസ്തിയും നിലനിർത്താൻ ശ്രമിക്കുന്ന എനർജി ഉണ്ട്. പലരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല ഒരു പേരും പ്രശസ്തിയും നിലനിർത്താൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് വരുന്നുണ്ട്. ജീവിതത്തിന് ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണല്ലോ ഒരു ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഇവിടെ. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതിലൂടെ ഏതൊരു വിജയവും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. മജിഷ്യനെ പോലെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നിലനിർത്താൻ സാധിക്കും. സമൂഹത്തിൽ ഒരു വിലയും നിലയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. ആ ദൈവാനുഗ്രഹം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുക, സ്പിരിച്വൽ വർക്ക് ചെയ്യുക, അങ്ങനെ കുറച്ച് കഠിനമായ ജോലികളൊക്കെ ചെയ്തു എങ്കിൽ മാത്രമേ ഈ ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കൂ. അതുപോലെയാണ് ചാരിയട്ടും വിക്ടറി ആൻഡ് സക്സസ് ആണ് കൊണ്ടുവരുന്നത്. കണ്ടില്ലേ? ഈ ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അതുപോലെ ഇവിടെ എന്താണ് 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ രാത്രി പോലും കഷ്ടപ്പെട്ട് സാമ്പത്തിക മണി ഏൺ ചെയ്യുന്ന എനർജിയാണ്. പലർക്കും ജോലി കിട്ടാതിരുന്ന് ജോലി കിട്ടുമ്പോൾ എന്താണ് ഒരുപാട് ആവേശമാണ്. അല്ലെ? രാത്രിയിൽ പോലും നിങ്ങൾ ഓവർടൈം ചെയ്ത് മണി ഏൺ ചെയ്യുന്ന എനർജി, അത് ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്. ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന ജോലിയിൽ ഒരു പ്രൊമോഷന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിന് വേണ്ടി, അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ജോലി, മോശമായ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് അത് സാലറി കുറഞ്ഞിട്ടുള്ളതാവാം. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കുറച്ചുകൂടി കൂടിയ സാലറി വേണം എന്നൊക്കെ ഉദ്ദേശിച്ച് നിങ്ങൾ അവിടെ നിന്നും മാറിയിട്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എനർജി ഉണ്ട്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനായിട്ട് നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അതിലൂടെ നിങ്ങൾക്ക് സക്സസ് വരാതിരിക്കത്തില്ല. സ്ട്രെങ്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾക്ക് അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. ഇവിടെ ദൈവാനുഗ്രഹമുണ്ട്, ശനീശ്വരന്റെ അനുഗ്രഹമുണ്ട്. ഇവിടെ ലിയോ എനർജി ഉണ്ട്. ഇവിടെ കണ്ടില്ലേ? സിംഹത്തിൻ്റെതായ എനർജിയാണ്. കാരണം അവിടെ എന്താണ്, എന്തിനെ ഫോക്കസ് ചെയ്തോ അത് നേടിയെടുക്കാനുള്ളത്. ആ ഒരു കഴിവ്, ആ ഒരു ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. ഇതുപോലെയുള്ള ഒരു സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലർക്കും കരിയർ സംബന്ധമായ സക്സസ് ഉണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ പഠിക്കുന്ന എനർജി ഉണ്ട്. ആ ഒരു എനർജിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മജിഷ്യന്റെ പവർ ലഭിക്കും.
ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവിടെ മജീഷ്യന്റെ എനർജി, ഇവിടെ സ്ട്രെങ്ത് പറയുന്നത് എന്താണ്? ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണിത്. ഇവിടെ കാത്തുനിൽപ്പ്, എന്തിനോ വേണ്ടി കാത്തുനിൽപ്പാണ്. പിരിഞ്ഞു പോയവർക്ക് വേണ്ടി കാത്തു നിൽക്കാം, അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി. അതൊക്കെ ഇവിടെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളം നിങ്ങളുടെ മുൻപിലുണ്ട്. ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ, അവസരങ്ങൾ നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം, ഇല്ലാതെ ഒന്നും വരില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സ് കൺഫ്യൂസ് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഇവിടെ സ്ട്രെങ്ത് പറയുന്നത്. കണ്ടില്ലേ, ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ എന്ത് വേണം സെലക്ട് ചെയ്യാൻ, ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഒരു നിമിഷം നിങ്ങൾ പകച്ചു നിന്നു പോകും, അല്ലേ? പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് നല്ലൊരു വിജയത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി, പലരും ഏകാന്തവാസം അനുഭവിക്കുകയാണ്. പലരും ആവശ്യമില്ലാത്തതിനെ വിട്ടുപോയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും, ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കും. ഇവിടെ ഒരു ദൈവാനുഗ്രഹം ഇവിടെയും ഉണ്ട്. ഇവിടെ പുതിയ വെളിച്ചം കണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴുള്ള ഉള്ളിൽ നിന്ന് തന്നെയുള്ള ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഉൾവിളികൾ ഉണ്ടാവും. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ഇവിടെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സോൾ കുറച്ചുകൂടി പ്യുവറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സോൾ കുറച്ചുകൂടി പ്യുവറായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ലവേഴ്സിനെ കാണാൻ സാധിക്കുന്നത്. ലവേഴ്സ് ഐക്യം ചേർന്ന് മുന്നോട്ട് ഇവിടെ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നിങ്ങളിൽ നിന്ന് പാസ്റ്റ് ലൈഫിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഈ ഒരു ലൈഫിൽ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ തീർന്നിട്ട് സോൾ പ്യുവർ ആകുമ്പോൾ നിങ്ങളോടൊപ്പം ഏതെങ്കിലും ഒരു വ്യക്തി വന്നു ചേരും. അത് എത്ര പ്രായമായാലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ വ്യക്തിയെ എനിക്ക് മുൻപ് കണ്ട എങ്ങോ പരിചയമുണ്ടല്ലോ. അവർ പിരിഞ്ഞു പോയാൽ തന്നെ നിങ്ങൾക്ക് അവരെ വേർപെടാൻ സാധിക്കുന്നില്ല. പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കാത്ത ഒരു എനർജി. തീർച്ചയായും വീണ്ടും വീണ്ടും അവരെ കുറിച്ച് സ്മരിക്കുന്ന എനർജി, അവർക്കും അപ്രകാരം ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾ പരിചയപ്പെട്ട് വീണ്ടും ഒന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ഉണ്ട്. പലരും പിരിഞ്ഞിരിക്കുന്നവർ പലരും കണ്ടുമുട്ടുന്ന എനർജി, അല്ലെങ്കിൽ ആദ്യം തന്നെ ലവ് പ്രപ്പോസ് ചെയ്ത് ആദ്യമായിട്ടൊരു ബന്ധത്തിലേക്ക് നീങ്ങുന്ന എനർജിയും ഇവിടെയുണ്ട്. ചിലരൊക്കെ വീണ്ടും വിവാഹം കഴിക്കുന്ന എനർജി, പുനർവിവാഹം, രണ്ടാമത്തെ വിവാഹം ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ചാൻസ് വരുന്നുണ്ട്. അവസരം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സോളൊന്ന് പ്യുവർ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലുള്ളവർ, അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായി വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് 2-3 ഒറാക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ എന്തിനാണോ ശ്രമിച്ചിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ തീരുമാനം എടുത്തിരിക്കുന്നത്, ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നോളൂ. തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം ഇവിടെ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതിലൂടെ തന്നെ മുന്നോട്ട് പൊയ്ക്കോളൂ. ദൈവാനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇമോഷണൽ ലോസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇമോഷണൽ ലോസ് പലർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മനസ്സ് കൺഫ്യൂസ് ആവുന്ന അവസ്ഥ, അതുപോലെ തന്നെ 8 ഓഫ് സോളിന്റെ അവസ്ഥ, ഇതൊക്കെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഒരുപാട് ഹൃദയവേദന, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെ? പിരിഞ്ഞു പോയവരെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു എനർജി ഉണ്ട്. അവർ വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അത്രമാത്രം വളരെയധികം വേദന അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഡിസ്റപ്ഷൻ ആണ്. കണ്ടില്ലേ, അപ്പൊ ഇവിടെ ഇതേ അവസ്ഥയാണ്, 8 ഓഫ് സോളിന്റെ അവസ്ഥയാണ് ഇവിടെയും. കണ്ടില്ലേ, പലർക്കും ഈ ഒരു അവസ്ഥയുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാതിരിക്കില്ല. കാരണം ഇത് തൽക്കാലത്തെ ഒരവസ്ഥയാണ്.
എന്താണ് കൈകൾ കൂട്ടപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴെങ്ങനെയാണ്? അപ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ട് തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്, അല്ലെ? അവിടെ നിന്ന് വീണ്ടും നിന്നിടത്ത് നിന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ വിചാരിച്ചോണം നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ഇവിടെ മജീഷ്യന്റെ എനർജി പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് കണ്ടല്ലേ, ഇവിടെ നിങ്ങളിവിടെ വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നിങ്ങൾ അതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് കണ്ടില്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അഡ്വഞ്ചേഴ്സ് എത്ര അപകടകരമായ നിലയെ തരണം ചെയ്യാൻ നിങ്ങൾക്കൊരു കഴിവ് വരുന്നുണ്ട്. മജീഷ്യന്റെ കഴിവ് കണ്ടില്ലേ. ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. എത്ര നെഗറ്റീവായ കാര്യങ്ങളെ ആയാൽ പോലും നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും. അതിനെ തരണം ചെയ്യാൻ സാധിക്കും. എത്ര വലിയ പേമാരിയും കൊടുങ്കാറ്റും മിന്നലും ഒക്കെ വന്നോട്ടെ നിങ്ങൾക്ക് അവിടെ രക്ഷ കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. അത് നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുകയില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കും, രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇന്നർ പീസ്, നിങ്ങൾക്ക് ആന്തരികമായ സമാധാനം ലഭിക്കുന്നു. ഞാനിവിടെ പറഞ്ഞില്ല, ഹെയറോഫന്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇവിടെ പലർക്കും മനസമാധാനം ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. എങ്ങനെയാണ്? നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഇന്നർ വർക്ക് ചെയ്തിട്ട് ഇന്നർ പീസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന. ആന്തരികമായ മാനസികമായ സമാധാനം ലഭിക്കുന്ന ഒരു സമയമായിട്ടുണ്ട് ഇവിടെ. അതിലൂടെ നിങ്ങൾക്ക് ഐക്യം ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു സമാധാനത്തിലൂടെയാണ് മറ്റുള്ളവരുടെ കൂട്ടുകെട്ട് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെയുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ട് വരും ലവേഴ്സ് കണ്ടില്ലേ. ഇവിടെ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ. ഇത് ലവേഴ്സിന്റെ എനർജി കണ്ടില്ലേ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ശിവശക്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശിവപാർവതി ഐക്യം ചേർന്ന് മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. വളരെ വളരെ നല്ല റൊമാൻറ്റിക് ലവ്, ഇവിടെ ദൈവികമായ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെയും കണ്ടില്ലേ. ഇവിടെ ഇതുപോലെ തന്നെ സമാധാനം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ശാന്തത. ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന 2 എന്നുള്ള നമ്പറാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് സ്റ്റോപ്പ് കംപ്ലൈനിങ്. പ്ലാറ്റിപ്പസ് ആണ്. പ്ലാറ്റിപ്പസ് എന്നുള്ള ആനിമലിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ ദ ബ്ലെസ്സിങ്സ് ഇൻ യുവർ ലൈഫ്. ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചിലർക്കൊരു സ്വഭാവമുണ്ട്, എല്ലാത്തിനും അങ്ങ് പരാതി പറച്ചിലാണ്. പരാതി. നിങ്ങൾ അതൊന്ന് നിർത്തി നോക്കിക്കേ. പരാതി പറയാതെയുള്ള ദിവസങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ എവിടെയെങ്കിലും 1 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരിടത്ത് ഇരുന്നു കൊണ്ട് സ്വയം ആലോചിക്കുക, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പരാതി പറയുന്നത് എന്ന് ആലോചിക്കുക. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും പരാതി, എനിക്ക് അത് തന്നില്ല, അത് തരണേ, ഇത് തരണേ, മറ്റേത് തരണേ. എന്തിനാണ് അങ്ങനെ പരാതി പറയുന്നത്? എനിക്കതില്ല, ഇതില്ല, മറ്റുള്ളവർക്കെല്ലാം അതൊക്കെയുണ്ട്, ഇതൊക്കെയുണ്ട്. എന്ത് എല്ലാം മറ്റുള്ളവർക്കുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നുമില്ല എന്നുള്ള ഒരു ചിന്തയിൽ, എന്നുള്ള ഒരു പരാതി നിങ്ങൾ ദൈവത്തോട് പറയുന്നുവെങ്കിൽ അത് നിർത്തലാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊള്ളും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പരാതി പറച്ചിൽ നിർത്തലാക്കുക. എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് നല്ല കഴിവുകളുള്ള വ്യക്തിയാണ് ഞാൻ, ഇതാണ് പറയേണ്ടത്. എനിക്ക് തന്നിട്ടുള്ള സന്തോഷങ്ങൾക്കും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഒക്കെ ഞാൻ നന്ദി പറയുന്നു ദൈവമേ. ഇതാണ് നിങ്ങൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായില്ലേ? പലർക്കും പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ സന്തോഷവാനാണ് എൻ്റെ ഈ ലൈഫിൽ എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കംപ്ലൈന്റ് പറയുക എന്നുള്ള ആ ഒരു സ്വഭാവം നിർത്തലാക്കണം ഇനിയെങ്കിലും. അതാണ് ഇവിടെ നിങ്ങളുടെ ആനുവൽ സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഇവിടെ മെസ്സേജ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ മെസ്സേജ് അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.